ശരിയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നീലഗിരിയിൽ ചർച്ചയാകുന്നതെന്ന് നോക്കാം. നോബിൾ മാരിക്കാരനും എസ് രഞ്ജിത്തും നൽകും വിവരങ്ങൾ. ആദ്യം നോബിളിലേക്ക്. നോബിൾ, എന്താണ് DMKയുടെ പ്രതീക്ഷകൾ? ഒരു ത്രികോണ മത്സരം എന്ന പ്രതീതിയാണ് നീലഗിരിയിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. DMKയും ADMKയും BJPയും ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവർ നേരിട്ട് മത്സരം കാഴ്ചവെക്കുന്നു. പക്ഷേ ഒരു മുൻതൂക്കം DMKയ്ക്ക് തന്നെയാണോ? കാരണം അവരുടെ സിറ്റിംഗ് മണ്ഡലമായതുകൊണ്ട് തന്നെ, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമായതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രതീക്ഷകളാണ് അവിടെ DMKയ്ക്ക് ഉള്ളത്? മറ്റ് പാർട്ടികളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? വിനീത, ത്രികോണ മത്സരം നടക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ രാജയ്ക്ക് അതോടൊപ്പം DMKയ്ക്കും അവിടെ ഏറെ പ്രതീക്ഷ നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം BJP അതോടൊപ്പം തന്നെ AIADMK എന്നീ പാർട്ടികളുടെ വോട്ടുകൾ രണ്ടായി വിഭജിച്ചു പോകുന്നു. കോൺഗ്രസ് അടക്കം, കോൺഗ്രസ് ആ മണ്ഡലത്തിൽ ഒരു വലിയ ശക്തിയായിരുന്നു. കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ കാലം ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ബാക്കി ഇന്ത്യ സഖ്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന CPM, CPI അതോടൊപ്പം തന്നെ DMK എല്ലാവരുടെയും വോട്ടുകൾ ഒരു പാളയത്തിലേക്ക്, ഒരു രാജ എന്ന DMK സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ DMK വലിയ പ്രതീക്ഷയാണ് അവിടെ വെച്ചു പുലർത്തുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഈ രാജയുടെ പല പ്രസ്താവനകളും ദേശീയ തലത്തിൽ പോലും വിവാദങ്ങൾ ആയ സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് ശ്രീരാമനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു ഭൂഖണ്ഡമാണ് എന്ന് നടത്തിയ പരാമർശങ്ങളൊക്കെ ദേശീയ തലത്തിൽ അത് ചർച്ചയാക്കപ്പെടുകയും ദേശീയ തലത്തിൽ വലിയ വിമർശനങ്ങൾ രാജയ്ക്ക് എതിരെ ഉന്നയിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും സ്വന്തം മണ്ഡലത്തിൽ അതൊന്നും ഏക്കില്ല എന്ന നിലപാടാണ് DMKയ്ക്ക് ഉള്ളത്. കാരണം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഒരു വലിയ ഘടകമാണ്. 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഒപ്പം മണ്ഡലത്തിൽ സജീവമായിരുന്നു MP എന്നതും DMKയെ ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്താണെങ്കിലും വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. DMKയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനാണെങ്കിൽ പോലും, തമിഴ്നാട് സർക്കാരിനാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം നേടാൻ ഇല്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തമിഴ് വികാരം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിൽ തന്നെ തമിഴ്നാട്ടിൽ കത്തി നിൽക്കുന്നൊരു വിഷയമാണ്. മറ്റെല്ലാ വിഷയങ്ങൾക്കും അപ്പുറം തമിഴരുടെ ഒരു വികാരം അത് BJPക്ക് എതിരായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ ഘട്ടങ്ങളിലും DMKക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി തന്നെ അറിയാം. പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനത്തിലെ ഫ്ലോട്ട് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണം, അതോടൊപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ എല്ലാം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയും DMKയും ആ തമിഴ് വികാരത്തെ കൂടെ നിർത്തിക്കൊണ്ടാണ് എക്കാലവും മുന്നോട്ട് പോയിരിക്കുന്നത്. അതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ DMK സ്ഥാനാർത്ഥി വിജയിച്ചു വരും എന്ന പ്രത്യേകത, അത്തരത്തിൽ ആത്മവിശ്വാസം DMK ക്യാമ്പിനും ഒപ്പം ഇന്ത്യ ക്യാമ്പിനും ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ ത്രികോണ മത്സരം എന്ന് തന്നെയാണ് നീലഗിരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. ആ ത്രികോണ മത്സരത്തിൽ ഭൂരിഭാഗം വോട്ടുകളും, പ്രത്യേകിച്ച് വോട്ടുകൾ ചിഹ്നിച്ചു പോകാതെ അല്ലെങ്കിൽ വിഭജിച്ചു പോകാതെ ഏറ്റവും അനുകൂലമാവുക അത് DMKക്ക് തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ വിജയത്തിന് ഘടകമാകുന്ന കാര്യം എന്ന വിലയിരുത്തൽ DMKക്ക് ഉണ്ട്. വിനീത, ഏതായാലും ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്ക് അതിന്റെ കണക്കുകൾ കൂടി ഒന്ന് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷം വിജയിച്ച MP മാർ നേടിയ വോട്ട് വിഹിതം നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. എസ് രഞ്ജിത്ത് AIADMKയുടെയും BJPയുടെയും പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനുണ്ട്. അതിനു മുൻപ് നമുക്ക് ഈ ചെറിയ കണക്കുകളിലേക്ക് കൂടി പോകാം. നീലഗിരി മണ്ഡലത്തിൽ നമുക്കറിയാം DMK സ്ഥിരമായി ജയിച്ചു കയറുന്ന മണ്ഡലമാണ്. 1999-ൽ BJPയാണ് പക്ഷേ അവിടെ ജയം നേടിയത്. അതായത് വലിയ ജയം, 49.8% വോട്ടുകൾ നേടിക്കൊണ്ടാണ് മാസ്റ്റർ മാത്തൻ അവിടെ വിജയിച്ചത്. വലിയ വിജയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും BJPയുടേതായി. 2004 ആയപ്പോഴേക്കും അവിടെ കോൺഗ്രസ് ഏതാണ്ട് 63.3% വോട്ടാണ് നേടിയിരുന്നത്. പ്രഭുവാണ് അവിടെ അത്രയധികം വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിച്ചത്. 2009 ആയപ്പോഴേക്കും പക്ഷേ DMK കളം പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. രാജയിലൂടെ 44.6% വോട്ടുമായി DMK അവിടെ കളം പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 2014 ആയപ്പോഴേക്കും പക്ഷേ കാറ്റുമാറി വീശി AIADMK ആണ് മണ്ഡലം തുണയ്ക്കുന്നത്. 49.7% വോട്ടുകളാണെന്ന് AIADMKയുടെ C ഗോപാലകൃഷ്ണൻ നേടുന്നത്. പക്ഷേ 2019 വീണ്ടും രാജയിലൂടെ DMK മണ്ഡലം തിരിച്ചുപിടിക്കുന്നതാണ് കാണുന്നത്. 54.2% വോട്ടാണ്. അതായത് കേസിനും അത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾക്കും ഒക്കെ ശേഷവും രാജ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ് 2019 നമ്മൾ കണ്ടത്. ഏതാണ്ട് 2 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുകയും ചെയ്തത്. DMKയുടെ ഉറച്ച മണ്ഡലം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നീലഗിരി. അവിടെ നിലവിൽ 54.2% വോട്ടാണ് DMK നേടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ ആ നേട്ടം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് DMK ഉള്ളത്. എന്നാൽ എന്താണ്
BJPയുടെയും AIADMKയുടെയും പ്രതീക്ഷ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എസ് രഞ്ജിത്ത് നൽകും അവിടുത്തെ വിവരങ്ങൾ. രഞ്ജിത്ത്, DMKയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച മണ്ഡലമാണ്, അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. രാജയെ നേരിടാൻ പക്ഷേ BJP ഇറക്കിയത് കഴിഞ്ഞ തവണ കേന്ദ്രമന്ത്രിയെയാണ്. 2 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാജ വിജയിച്ച സീറ്റുമാണ്. പക്ഷേ ഇപ്പോൾ AIADMK ലോകേഷ് തമിഴ്ശെൽവൻ, അങ്ങനെ മണ്ഡലത്തിൽ വലിയ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ ത്രികോണ പോരാട്ടത്തിൽ വോട്ടുകൾ ഭിന്നിക്കുന്നത് AIADMKയെയും BJPയെയും എങ്ങനെയാണ് ബാധിക്കുക? തീർച്ചയായും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇപ്പോൾ നീലഗിരി സാക്ഷ്യം വഹിക്കുന്നത്. അവിടെ ഇപ്പോൾ സിറ്റിംഗ് MP രാജയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാജ അവിടെ നിന്ന് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ആ വിജയം ആവർത്തിക്കാൻ കഴിയും എന്ന് DMK പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഈ DMKയെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വിജയം നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് BJP വച്ചു പുലർത്തുന്നത്. BJP ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി L മുരുകനെയാണ് ഇത്തവണ രാജയ്ക്കെതിരെ രംഗത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം, അതായത് കോയമ്പത്തൂർ കഴിഞ്ഞാൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നീലഗിരി. അവിടെ BJPക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒപ്പം തന്നെ BJPക്ക് വലിയ തോതിലുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നീലഗിരി. അതായത് BJP കരുതുന്നത് ഇപ്പോൾ 90% ഹിന്ദുക്കൾ വസിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ BJP നടത്തി വരുന്നത്. അപ്പോൾ DMKയെ അട്ടിമറിച്ചുകൊണ്ട് L മുരുകനിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. കാരണം നേരത്തെ 2 തവണ 2 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ BJP സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ BJPയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണ്. ഒപ്പം തന്നെ AIADMKയ്ക്കും വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നീലഗിരി. AIADMKയും 2 തവണ നീലഗിരി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. കൂടുതൽ കാലം ജയിച്ചത് കോൺഗ്രസ് ആണെങ്കിലും 2 തവണ വീതം BJPയും 2 തവണ വീതം അണ്ണാ DMKയും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ആ ഒരു നിലയിൽ AIADMKയെ സംബന്ധിച്ചും വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഈ നീലഗിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അണ്ണാ DMKയും വലിയ തോതിലുള്ള പ്രതീക്ഷ വച്ച് പുലർത്തുകയാണ് ഈ മണ്ഡലത്തിൽ. ഇവിടെ ഇപ്പോൾ ഒരു പുതുമുഖത്തെയാണ് സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത്. ലോകേഷ് തമിഴ്ശെൽവൻ എന്ന ഒരു പുതുമുഖത്തെയാണ്. മുൻ MLAയും അതുപോലെ തന്നെ ജയലളിതയുടെയൊക്കെ വിശ്വസ്തനുമൊക്കെ ആയിരുന്ന ആളുടെ മകനാണ് ഈ ലോകേഷ് തമിഴ്ശെൽവൻ എന്ന് പറയുന്നത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ഈ ലോകേഷ് തമിഴ്ശെൽവന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അണ്ണാ DMKയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഘടകം. ഒപ്പം തന്നെ ഞാൻ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ അണ്ണാ DMKയ്ക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശക്തമായൊരു ത്രികോണ മത്സരത്തിനാണ് ഇപ്പോൾ നീലഗിരി സാക്ഷ്യം വഹിക്കുന്നത്. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമാണ് അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ചും DMKയെ സംബന്ധിച്ച് സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചരണവുമായി DMK മുന്നോട്ട് പോകുന്നു. കാര്യമായ ഭരണവിരുദ്ധ വികാരമില്ല എന്നത് DMKയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. ഒപ്പം തന്നെ BJP ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാമക്ഷേത്രം, അതുപോലെ തന്നെ കച്ചത്തീവ് വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രചരണം, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. ഇരു മുന്നണികൾക്കും എതിരെയുള്ള ഒരു പ്രചരണം, ഇരു മുന്നണികൾക്കും എതിരായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമാണ് അണ്ണാ DMK സ്ഥാനാർത്ഥി നടത്തുന്നത്, അണ്ണാ DMK നേതൃത്വം നടത്തുന്നത്. ഇപ്പോൾ DMKയ്ക്കാണ് അവിടെ മുൻതൂക്കമെങ്കിലും കോൺഗ്രസിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള മണ്ഡലമാണ് എങ്കിലും BJP വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ അണ്ണാ DMKയും വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. അതുതന്നെയാണ്, ശക്തമായ ത്രികോണ പോരാട്ടമാണ് നീലഗിരിയിൽ നടക്കുന്നത്. DMKക്ക് സിറ്റിംഗ് സീറ്റ് എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഘടകം. നോബൽ മാരിക്കാരനും എസ് രഞ്ജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നീലഗിരിയിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് BJPയും ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, ഊട്ടിയൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ് നീലഗിരി. അങ്ങനെ തണുത്ത് കിടക്കുന്ന, നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള സ്ഥലം കൂടിയാണ്. നമ്മൾ വെക്കേഷൻ ആയാലും ഈ ചൂട് കൂടുന്ന സമയത്തും ഒക്കെ തന്നെ നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ, അതൊക്കെയാണ് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനായി നമ്മൾ കണക്കാക്കുന്നതും യാത്രകളൊക്കെ പോകുന്നതും. അങ്ങനെ ഊട്ടിയിലെ പുഷ്പമേളയ്ക്കൊക്കെ ഏറെ പ്രശസ്തമായ സ്ഥലമാണ്. അത്തരം പ്രധാനപ്പെട്ട കൗതുക കാഴ്ചകളൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് നീലഗിരി. അതുകൊണ്ട് തന്നെ നീലഗിരിയിലെ പോരാട്ടം മലയാളികൾക്ക് ഏറെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരം കാഴ്ചയും കൂടി തന്നെയാണ് നീലഗിരിയിലേത്. നമ്മൾ